ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ അത്യാധുനിക യുദ്ധവിമാനങ്ങളുണ്ട്. പക്ഷെ സ്വന്തം സൈനികരുടെ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ല. മിഡിൽ ഈസ്റ്റിലെ കടൽപ്പരപ്പിൽ കരുത്ത് കാട്ടാൻ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പുറത്തുവരുന്നത് പകിട്ടേറിയ സൈനിക മേൽക്കോയ്മയുടെ ചിത്രമല്ല, മറിച്ച് പട്ടിണിയുടെയും ഗതികേടിന്റെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പടക്കപ്പലുകൾ വെറും പട്ടിണിപ്പുരകളായി മാറുന്നുവോ? റിപ്പോർട്ടുകൾ പ്രകാരം USS ട്രിപ്പോളിയിൽ സേവനമനുഷ്ഠിക്കുന്ന ചില മറൈൻ സൈനികർ ഭക്ഷണത്തിന്റെ അളവും ഗുണനിലവാരവും സംബന്ധിച്ച് ഗുരുതര പരാതികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പങ്കുവച്ച ചിത്രങ്ങളിൽ ഏകദേശം ഒഴിഞ്ഞ ട്രേയിൽ ചെറിയൊരു മാംസകഷ്ണവും ടോർട്ടിലയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. USS എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള ചിത്രങ്ങളിലും ചെറിയ അളവിൽ ക്യാരറ്റും ഉണങ്ങിയ ചിക്കൻ പാറ്റിയും സംസ്കരിച്ച മാംസവുമാണ് കാണപ്പെട്ടത്. ഇത് കണ്ട കുടുംബാംഗങ്ങൾ പോലും ഞെട്ടിയതായി റിപ്പോർട്ടുകളുണ്ട്. സൈനിക കുടുംബങ്ങൾ പറയുന്നതിനനുസരിച്ച് ഭക്ഷ്യവിതരണം ഇപ്പോൾ കർശന നിയന്ത്രണത്തിലാണെന്നും പുതിയ പഴങ്ങളും പച്ചക്കറികളും ലഭ്യമല്ലെന്നും സംഭരണത്തിനുള്ള സാധനങ്ങൾ കുറഞ്ഞു വരികയാണെന്നും ആശങ്ക ഉയരുന്നു. ചില നാവികർ ഭക്ഷണം പരസ്പരം പങ്കിട്ട് കഴിക്കേണ്ട അവസ്ഥയാണെന്നും കഴിക്കുമ്പോൾ വളരെ കുറച്ചാണ് കഴിക്കുന്നതെന്നും സാധനങ്ങൾ വേഗത്തിൽ കുറയുന്നു എന്ന സന്ദേശങ്ങൾ അവർ വീട്ടിലേക്ക് അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് സൈനികരുടെ ആരോഗ്യത്തിനൊപ്പം തന്നെ മനോവീര്യത്തെയും ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. പ്രശ്നം കൂടുതൽ രൂക്ഷമായത് സൈനിക സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെയാണ്. വ്യോമമേഖല അടച്ചുപൂട്ടലുകളും മേഖലയിൽ തുടരുന്ന സംഘർഷവും കാരണം ചില സൈനിക വിലാസങ്ങളിലേക്കുള്ള ഡെലിവറികൾ നിർത്തിവെച്ചതായും അമേരിക്കൻ അധികൃതർ അറിയിച്ചു. ഇതോടെ കുടുംബങ്ങൾ അയച്ച ഭക്ഷണ പൊതികളും സാധനങ്ങളും മറ്റ് ആവശ്യ വസ്തുക്കളും ലക്ഷ്യസ്ഥാനത്തെത്താതെ വൈകുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ ഈ പ്രതിസന്ധി എപ്പോൾ അവസാനിക്കുമെന്നത് വ്യക്തമല്ല. യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ എത്ര പ്രധാനമാണോ അത്ര തന്നെ സൈനികരുടെ വയറു നിറയ്ക്കുന്ന ഭക്ഷണവും നിർണായകമാണ്. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ശത്രുവല്ല, ഭക്ഷ്യക്ഷാമമാണെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ സാരാംശം.